ഇതാണ് ആ പോസ്റ്റ്. ഓക്കെ. അപ്പോൾ ഈ പോസ്റ്റ് ഞാൻ അവർ അയച്ചു കൊടുത്തു, ശൈത്യ സന്തോഷ് ഭാഗത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ ചോദിച്ചു. ഇതൊക്കെ സത്യമാണ് പറഞ്ഞു. ഞാൻ ഒരു മാസത്തേക്ക് ഇത്ര രൂപ ചാർജ് ചെയ്ത് ഞാനൊരു സാധനം ചെയ്തു തരാം, അത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ നെക്സ്റ്റ് മന്തിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എഗ്രി ചെയ്തു. 1.5 ലക്ഷം രൂപയ്ക്ക് ഞാൻ ചെയ്യാം, 1.5 ലക്ഷം രൂപയ്ക്ക് PR ചെയ്യാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അനുമോൾക്കെതിരെ വന്ന കുറച്ച് ഡീഗ്രേഡിങ് കമൻറ്റ്സ് ഉണ്ട്. അനുമോൾ 2 പ്രാവശ്യം അബോർട്ടഡ് ആണ്, ഞാൻ ആ ഹോസ്പിറ്റൽ സ്റ്റാഫായിരുന്നു, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കമൻറ്റൊക്കെ വന്ന് ഇങ്ങനെ ഫ്ലഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആ കമൻറ്റ് വേറെ ആൾ കാണുന്നു. റെഡിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് റെഡിറ്റ് അറിയാലോ, റെഡിറ്റിൽ എനി ടീ ഓൺ അനുമോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്നത് പല പല കഥകളാണ്. അനുമോളുടെ PR എന്ന നിലയ്ക്കാണെങ്കിലും ചോദിക്കുകയാണ്, ഈ അപ്രതീക്ഷിത വീഴ്ച എന്നുള്ള രീതിയിൽ നൂറിനെ എക്സ്പെക്ട് ചെയ്തിരുന്നു ഫൈനൽ 5? നൂറ കിടിലൻ ഗെയിമറാണ്. അപ്പോൾ നൂറ എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് തോന്നുന്നു ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്ത ആളാണ്. ആള് ടോപ്പ് 5 പ്രതീക്ഷിക്കുന്ന ആളാണ്. നൂറ എനിക്ക് തോന്നുന്നു ടോപ്പ് 2 ഒക്കെ വരേണ്ട ഒരാളാണ്. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ഗേളാണ്. എല്ലാവരും വിചാരിക്കും ആദില ഭയങ്കര ഗെയിമറാണ്, പക്ഷെ അവിടെ നൂറയാണ് ശരിക്കും ഗെയിമർ. ഞാനൊരു PR ആയിട്ട് പോലും അല്ല വർക്ക് ചെയ്യുന്നത്. അതിന് മാത്രം വലിയ ഫണ്ടൊന്നും അനുമോൾ എനിക്ക് തന്നിട്ടില്ല. 16 ലക്ഷം അത്ര വലിയ ഫണ്ടല്ലേ? 16 ഒന്നും അല്ല. അതെങ്ങനെയോ വന്ന സ്റ്റോറിയാണ്. ഒരിക്കലും അത് 16 ലക്ഷമൊന്നും ഇല്ല. വളരെ വളരെ ചെറിയ ഫണ്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ശൈത്യം അവിടെ ഉണ്ടാവേണ്ടത് അനുമോളുടെയും കൂടി ആവശ്യമെന്ന് എനിക്കും തോന്നി. അപ്പോൾ അതനുസരിച്ച് ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് വോട്ട് ഇങ്ങനെ കുറച്ച് പിള്ളേർ കുറച്ച് കാശ് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ പോയിട്ട് ഇങ്ങനെ കുറച്ച് വോട്ട് ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ അവരുടെ സമ്മതപ്രകാരം അപ്പോഴും എൻ്റെ PR ഫണ്ടിൽ നിന്നാണ് ഞാൻ അത് ചെയ്തു കൊടുത്തത്. ശൈത്യയുടെ പാരൻസ് പറഞ്ഞാട്ടോ ഞാൻ പറയുന്നത്. ശൈത്യയുടെ തോട്ടിൽ വന്നത് ഈ കട്ടപ്പ എന്നുള്ള സാധനം വന്നപ്പോൾ അത് ഞാനിട്ടതാണ്, ഞാനാണത് കൊടുത്തത്. അതായത് ഞാൻ ആദ്യ സമയം അനുവിൻ്റെ ചെയ്യുന്ന ഒരാളും കൂടിയാണ്. എന്തുകൊണ്ടാണ് അനുമോൾക്ക് PR ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നത്? അനുമോളുടെ പേജ് മാനേജ് ചെയ്യുന്നുണ്ട്, അനുമോൾക്കൊരു ആർമി ഗ്രൂപ്പ് ഉണ്ടാവാം, അനുമോൾക്ക് കുറച്ച് ഫാൻ പേജസ് ഉണ്ടാവാം. അതിൽ കൂടുതൽ എന്ത് PR ആണ് അനുമോൾക്കുള്ളത്? ആളുകൾ കേൾക്കുന്നുണ്ട് PR. പക്ഷേ ഈ കൊല്ലം അത് വിസിബിളായി. PR എന്താണെന്നും PR ചെയ്യുന്ന ആരൊക്കെയാണെന്നും വിസിബിളായി. അപ്പോൾ ഞാൻ വിസിബിളായപ്പോൾ ഞാൻ മറ്റുള്ളവരും കൂടി വിസിബിളാക്കി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അൺഫെയർ ആയിട്ടുള്ളൊരു അലിഗേഷൻ ആയിപ്പോയി. അനുമോൾക്ക് മാത്രം PR ഞാൻ പറഞ്ഞല്ലോ, PR എന്നുള്ള സംഭവം കംപ്ലീറ്റ്ലി അനുമോൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നാളെ എന്തായാലും ഫിനാലെ എത്താണ്, അനുമോൾ കപ്പടിക്കും. കപ്പടിക്കും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അങ്ങനെ ആവേശത്തിനും ആകാംക്ഷയ്ക്കും ഒടുവിലെ 100 ദിവസം പിന്നിട്ട് നാളെ ഗ്രാൻഡ് ഫിനാലെ വേദിക്ക് ഒരുങ്ങുകയാണ് ബിഗ് ബോസ് സീസൺ 7. എല്ലാ വർഷവും മത്സരാർത്ഥികൾ അകത്തും പുറത്തും ചർച്ചാ വിഷയമായിട്ടുണ്ട്. പക്ഷേ സീസൺ 7 വന്ന സമയത്ത് ചർച്ചയായിട്ടുള്ളൊരു പേരുണ്ട്. വ്യക്തിയുടെ പേരായിരുന്നില്ല, PR എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. തീർച്ചയായിട്ടും ഫിനാലയുടെ ആവേശം എന്തായാലും ചൂടിൽ നിൽക്കുന്ന സമയത്ത് സംസാരിക്കാൻ ഒപ്പമുണ്ട്. സോ മിസ്റ്റർ PR, നമസ്കാരം. അങ്ങനെ എനിക്കും പോഡ്കാസ്റ്റ് കിട്ടി. അതെ, ഒടുവിൽ 7 വർഷത്തിന് ശേഷം. അതെ, ഇതിനിടയ്ക്ക് സംവിധാനം ചെയ്തിട്ടുണ്ട്, എഴുത്ത് പരിപാടി ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്, ലീഗ് ചെയ്യാനുള്ള പ്ലാനിലുണ്ടായിരുന്നാണ്. ഇനി ചിലപ്പോൾ സംഭവിക്കാം. ഇപ്പൊ ശരിക്കും മീഡിയയുടെ മുമ്പിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണോ അതോ റിയൽ ആണോ, എന്താണ് സംഭവം? അതായത് നമുക്ക് എല്ലാവരും വിചാരിക്കും അഭിനയമാണ്, പക്ഷെ നമ്മൾക്ക് കൃത്യമായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത്രയും സ്ഫുടമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് ആ സമയത്ത് തോന്നുന്ന ഉത്തരം എനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഐ എം നോട്ട് വെൽ പ്രിപ്പയർഡ്. അങ്ങനത്തെ വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു എന്താണ്, ഓക്കെ ഡയറക്ടറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, എല്ലാം ആണ്. പക്ഷേ നമുക്ക് തന്നെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഒരിക്കലും ഒരു മീഡിയ മുമ്പിൽ ഫേസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മീഡിയ മുമ്പിൽ ഫേസ് ചെയ്ത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല ഇതുവരെ. നിങ്ങൾ എന്നെ കണ്ടില്ല, ആദ്യമായിട്ടാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് നിങ്ങൾ പലരും, എനിക്ക് മീഡിയയിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും ഞാൻ മീഡിയ മുമ്പിൽ സംസാരിക്കുന്ന പോലെ ആദ്യം ഞാൻ സിനിമ കാണുമ്പോൾ പോലും റിവ്യൂലും കൊടുക്കാത്ത ആളാണ്. അപ്പോൾ വളരെ ചുരുക്കം സിനിമയിൽ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ആറാട്ടണ്ണൻ്റെയും പെരേരയുടെയൊക്കെ ഇങ്ങനെ റിവ്യൂ കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ അതിൽ കൂടെയൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ടാവാം. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ നമ്മൾ PR എന്നുള്ള രീതിയിൽ ഇത്രത്തോളം ചർച്ചയാവും, 1 മാസത്തോളം നമ്മുടെ പേരും ഞാനും കണ്ടന്റ് ആവും എന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ നമ്മളിപ്പോൾ എന്താ നാടോടുമ്പോൾ നടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്ര നാൾ ക്യാമറയ്ക്ക് പിന്നിലായിരുന്നു അല്ലേ, ഇപ്പൊ മുമ്പിൽ വരികയാണ്. മുമ്പിൽ വന്നത് ശരിക്കും PR എന്ന പേരിലാണ്. താങ്കളുടെ PR ആരാ? ഞാൻ ആക്ച്വലി ഞാൻ തമാശക്കൊരു സ്റ്റോറി ഇട്ടായിരുന്നു. മൈജിനേക്കാളും പ്ലേസ്മെന്റ് എനിക്കാണ് കിട്ടിയത് ആ ഷോയില്. കാരണം ലൈക്ക് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾക്ക് ഒരു ഷോയിൽ നമ്മൾ കണ്ടസ്റ്റന്റ് കിട്ടേണ്ട ഒരു റീച്ചൊക്കെ എനിക്കിപ്പോൾ കിട്ടി. അത് ഞാൻ അൺഎക്സ്പെക്റ്റഡ്. ഞാൻ ഒരിക്കലും അത് എക്സ്പെക്ട് ചെയ്തിട്ടല്ല. ഞാൻ എപ്പോഴും സൈലന്റ് ആണ്. ഇപ്പം ഇതിനു മുമ്പും ഞാൻ ചെയ്തിട്ടുണ്ട് സൈലന്റ് ആണ്. ഞാൻ ഒരിക്കലും എൻ്റെ ഫേസോ ഞാൻ ചെയ്യുന്ന വർക്കോ റിവീൽ ആക്കാറില്ല. എൻ്റെ പേര് ചിലപ്പോൾ റിവീൽ ആവുന്നത് ഏറ്റവും അവസാനം, ചിലപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ നിൽക്കുമ്പോഴോ വിന്നറിന്റെ കൂടെ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ എന്നെ അറിയുന്ന കുറച്ച് ഫ്രണ്ട്സ് അവർ അത് അറിയുമ്പോഴൊക്കെയാണ്. അപ്പം ഈ സീസണിൽ നമ്മളെ പേര് പെട്ടെന്ന് അറിഞ്ഞു, ആൾക്കാർ അറിഞ്ഞു. സോ സാധാരണ ഇതിന് ഒരു
ഭയങ്കര ഒരു സീക്രട്ട് ആയിട്ട് വെക്കുന്ന അല്ലെങ്കിൽ അല്ലെ ഒരു സ്വകാര്യ മനോഭാവ സംഭവത്തിന് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ എല്ലാവരും PR കൊടുക്കുന്നുണ്ടായിരിക്കും. PR ആരാണ്, ഇതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ള പലപ്പോഴും അറിയാറില്ല അല്ലെങ്കിൽ പറയാറില്ല എന്നുള്ളത്. എന്തുകൊണ്ട് ഈ വർഷം ഇത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടും? താങ്കൾ മുമ്പും ചെയ്തിട്ടുണ്ട്, PR വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വർഷം എന്തുകൊണ്ട് ഇത് ചർച്ചയായി? ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും PR ഉണ്ടല്ലോ, എല്ലാ ആക്ടേഴ്സിനും PR ഉണ്ട്. PR അല്ലെങ്കിൽ ഒരു മാനേജർ ഉണ്ടാവും. സോ ഇവരാരും അത് പുറത്ത് പറയില്ല. ബിക്കോസ് ആരെങ്കിലും ആഗ്രഹിക്കോ ഞാൻ എൻ്റെ ഈ കണ്ടന്റ് പുറത്തെത്തുന്നത് ഇന്നാൾ വഴിയാണെന്ന്. അത് ഓർഗാനിക്കലായി റീച്ച് ആയി എന്നല്ലേ നമ്മൾ ലൈക്ക് ഏത് ഇൻഫ്ലുവൻസറും ആരാണെങ്കിലും അവർ ആഗ്രഹിക്കുന്നതാണ് അത് ഓർഗാനിക്കലി എല്ലാവരും റീച്ച് ആയി. അതിന്റെ പുറകെ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ആരും അറിയുന്നില്ല, ജനം അറിയുന്നില്ല. ആളുകൾ കേൾക്കുന്നുണ്ട് PR. പക്ഷേ ഈ കൊല്ലം അത് വിസിബിളായി. PR എന്താണെന്നും PR ചെയ്യുന്ന ആരൊക്കെയാണെന്നും വിസിബിളായി. അപ്പോൾ ഞാൻ വിസിബിളായപ്പോൾ ഞാൻ മറ്റുള്ളവരും കൂടി വിസിബിളാക്കി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അൺഫെയർ ആയിട്ടുള്ളൊരു അലിഗേഷൻ ആയിപ്പോയി. അനിമോൾക്ക് മാത്രം PR ഞാൻ പറഞ്ഞല്ലോ, PR എന്നുള്ള സംഭവം കംപ്ലീറ്റ്ലി അനിമോൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി അനിമോളോട് പറഞ്ഞത് നിങ്ങൾക്ക് PR-ൻ്റെ ആവശ്യമില്ല, ബിക്കോസ് യു ഓൾറെഡി ഫേമസ്. PR എപ്പോഴും വേണ്ടത് എപ്പോഴും നമ്മളൊരു അണ്ടർപ്ലേ നടത്തുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ ആരും അറിയാത്ത ഒരാൾ, അയാൾക്കൊരു പോപ്പുലാരിറ്റിക്ക് വേണ്ടി നമ്മൾ PR ചെയ്യുന്നത്. അല്ലാതെ ഓൾറെഡി പോപ്പുലർ ആയിട്ടുള്ള ആൾക്ക്, ആ ഷോയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ള ആൾക്ക് PR-ൻ്റെ ആവശ്യമില്ല. അയാളുടെ കണ്ടന്റ് എന്ത് ചെയ്താലും അത് പുറത്തു വിടും. ബിക്കോസ് അയാൾ അവിടെ എടുക്കുന്ന പോലെ അയാളുടെ കണ്ടന്റ് പുറത്തു വിടാനാണ് അയാൾ അത്രയും. ഇപ്പോൾ ബിക്കോസ് അനിമോൾ എന്ന ആൾ ചെറിയ പൈസക്കായിരിക്കും അവിടെ കയറിയിരിക്കുന്നത്, അത്യാവശ്യം ഡീസൻറ്റ് പേയ്മെൻറ്റിൽ കയറിയിരിക്കുന്നത്. അത്രയും പേയ്മെൻറ്റ് വാങ്ങി അതിൻ്റെ ഉള്ളിൽ കയറുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള കണ്ടന്റ് അവർ തരുമെന്ന് ഉറപ്പ് ആ ചാനലുണ്ട്. അത്രയും കാശ് വാങ്ങി അവിടെ നിൽക്കുന്ന ഒരാളെ മാക്സിമം അവരെ പിഴിഞ്ഞ് അവരുടെ കണ്ടന്റ് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള ജോലി അവരും ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഒരു PR ഇല്ലെങ്കിൽ പോലും അനിമോളുടെ കണ്ടന്റ് പുറത്തു വരും. പക്ഷേ ഈ പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് PR ഉണ്ടെന്നുള്ള അറിയെങ്കിലും ഈ പുറത്ത് സംസാരിക്കാറില്ല, അല്ലെങ്കിൽ അതിനകത്ത് ബാക്കിയുള്ളവരോട് പറയാറില്ല. ഇത് അനിമോള് പറഞ്ഞു പോയതാണോ അത് അറിയാതെ നാവിന്ന് പോയതാണോ? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ ആണ്. ഇപ്പം നമ്മൾ PR ഇതുവരെ ലൈഫിൽ ഉണ്ടാവാത്ത ഒരാളായിരുന്നു അനിമോള്. അപ്പോൾ ഇതുവരെ അനിമോളുടെ കണ്ടന്റ് എല്ലാം ഓർഗാനിക്കായിട്ട് ആൾക്കാരിലേക്ക് എത്തിയതാണ്. അതും സ്റ്റാർ മാജിക് എന്നുള്ള ഒറ്റ ഷോ ഉണ്ട്. ആ സ്റ്റാർ മാജിക് ഷോ ചെയ്തു, അതിനുശേഷം പുള്ളിക്കാരി ഒരു സീരിയൽ ചെയ്തു, അതിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അപ്പം ഇതെല്ലാം പുള്ളിക്കാരി ഓർഗാനിക്കലായിട്ട് ഉണ്ടാക്കിയ ഒരു റീച്ചാണ്. ആ ഓർഗാനിക് റീച്ച് ഒരു PR സ്റ്റണ്ട് വഴി ഉണ്ടായതല്ല. അത്രയും റിയൽ ഫാൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അനിമോൾ ഇപ്പോഴും സർവൈവ് ചെയ്യുന്നത്. ഒരു PR ഫാൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു പെയ്ഡ് ഫാൻസ് ആണ്. അവർ ചിലപ്പോൾ നമ്മൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കണമെന്നില്ല. അവർ ആ കാശ് ആഗ്രഹിച്ചിട്ട് ഒരു 2000, 1000, 500 ചിലപ്പോൾ ഡെയിലി കിട്ടുമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഫാൻസാരാണ്. അവർ കാശ് 2 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച ഇട്ടിട്ട് പോകും. അങ്ങനെ ബിക്കോസ് നമുക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. ഈ വ്യക്തിക്ക് ഓൾറെഡി ഓർഗാനിക് ആയിട്ടുള്ള ഫാൻസിനെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഏഷ്യാനെറ്റിലെ തന്നെ അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ ഷോയിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഈ വ്യക്തികൾ ലൈക്ക് എന്തായാലും സപ്പോർട്ട് ചെയ്യും. കാരണം ആ കുട്ടീനെ അത്രത്തോളം ഇഷ്ടമാണ്. ആ കുട്ടിയുടെ ഒരു 12 വർഷത്തെ കരിയർ ഈ ജനങ്ങൾക്ക് അറിയാം, സ്റ്റാർ മാജിക് കാണുന്ന ആൾക്കാർക്ക് അറിയാം. അല്ലാതെ ആ കുട്ടിക്ക് ഒരു 1.1 മില്യൺ ഫോളോവേഴ്സ്, സിനിമകളിൽ അധികം സജീവമല്ലാത്ത, മോഡൽ അല്ലാത്ത, ജസ്റ്റ് സ്റ്റാർ മാജിക് എന്നുള്ള ഷോയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. അയാൾക്ക് അത്രത്തോളം ജനകീയപരമായിട്ടുള്ള വേറെ പ്രോഗ്രാംസും ഇല്ല. സോ അവരുണ്ടാക്കിയത് ഒരു മിനി സ്ക്രീൻ ഓഡിയൻസ് ആണ്. ആ മിനി സ്ക്രീൻ ഓഡിയൻസ് തന്നെയാണ് ബിഗ് ബോസ് കാണുന്നത്. അവരിലേക്ക് ഏറ്റവും പോപ്പുലാരിറ്റിയിലൂടെ ചെല്ലുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അവരത് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നത്. ഞങ്ങളുടെ കുട്ടി വന്നല്ലോ, കാരണം ഇത്ര നാൾ അനിമോളെ കണ്ടിട്ടില്ല. അവർ ഒരു കൊല്ലത്തേക്ക് അനിമോളെ കാണാത്ത ഒരാൾക്ക് അനിമോളെ വീണ്ടും കാണാൻ പറ്റുന്നു. ഇത് ശരിക്കും ആരാ സമീപിക്കുന്നത്? ഇപ്പോൾ വരുമ്പോൾ ഓൾറെഡി പ്രൊഡിക്ഷൻ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ PR എന്ന രീതിയിലേക്ക് അത്രത്തോളം സമീപനങ്ങൾ ഉണ്ടാവും. അനിമോൾ അങ്ങോട്ട് സമീപിച്ചാണ്, അനിമോൾ ഇങ്ങോട്ട് സമീപിച്ചാണ്. ഇല്ല, ഇത് തിങ് ഈസ് ലൈക്ക് ഇപ്പോൾ ബിഗ് ബോസ് ചർച്ചകൾ, ഇൻ്റർവ്യൂസ് തുടങ്ങുന്ന സമയം തൊട്ട് തന്നെ നമ്മൾക്ക് എൻക്വയറീസ് വരും. ഇപ്പോൾ നമ്മൾക്കും ഏഷ്യാനെറ്റിൽ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളും പ്രൊഫൈൽസ് കൊടുക്കും. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളോട് ചോദിക്കും എൻ്റെ പ്രൊഫൈൽ കൊടുക്കാൻ പറ്റുമോ. പല കണ്ടസ്റ്റൻസിനോട് അവർ ചോദിക്കും എൻ്റെ പ്രൊഫൈലോടെ കൊടുക്കും. ബിക്കോസ് ബിഗ് ബോസിൽ കയറണം എന്നുള്ളത് വലിയ ഡ്രീമായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്, അനീഷിനൊക്കെ പോലെ. അപ്പോൾ എല്ലാവരും ആ സമയത്ത് ഇൻ്റർവ്യൂസിന് വേണ്ടി അറ്റൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ബിഗ് ബോസിലേക്ക് എത്തിപ്പെടുമ്പോഴേക്കും അവർ നെക്സ്റ്റ് നോക്കുന്നത് എന്താണ്? PR ആണ്. എല്ലാ കണ്ടസ്റ്റൻറ്റും. ഞാൻ ഒരിക്കലും പറയില്ല PR അറിയാതെ അവിടെ നിൽക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവുന്നു. PR എന്നുള്ള സംഭവം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നെവിൻ ഇല്ല, അല്ലെങ്കിൽ അനീഷൻ ഇല്ല എന്നൊക്കെ അതിലെന്താ ശരിക്കും? ഞാനത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തുകൊണ്ടാണ് അനിമോൾക്ക് PR ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നത്? അനിമോളുടെ പേജ് മാനേജ് ചെയ്യുന്നുണ്ട്, അനിമോൾക്കൊരു ആർമി ഗ്രൂപ്പ് ഉണ്ടാവാം, അനിമോൾക്ക് കുറച്ച് ഫാൻ പേജസ് ഉണ്ടാവാം. അതിൽ കൂടുതൽ എന്ത് PR ആണ് അനിമോൾക്കുള്ളത്? ഇതേ കാര്യങ്ങളെല്ലാം കണ്ടസ്റ്റൻറ്റും ഇല്ലേ? അനീഷിനില്ലേ? അപ്പോൾ അനീഷിൻ്റെ അക്കൗണ്ട് മാനേജ് ചെയ്യാൻ ആളെ കൊടുത്തിട്ടില്ല. കാരണം ആ അക്കൗണ്ട് ആദ്യമേ 2000 ഫോളോവേഴ്സുള്ളൊരു അക്കൗണ്ടാണ്. ആ അക്കൗണ്ട് കൊടുത്തില്ലെങ്കിൽ സെയിം ആണ്. പകരം ഒരു ഫാൻ പേജ് തുടങ്ങിയാലും സിമിലർ
ഇമ്പാക്റ്റാണ് ഉണ്ടാകുന്നത്. സോ അതേപോലെ പേജസ്, ഫാൻ പേജസ്, വാട്സപ്പ് ഗ്രൂപ്പ്സ്, ആർമി പേജസ്, കമൻറ്റ് ചെയ്യാൻ ആൾക്കാർ, ഇതെല്ലാം അനീഷിനുണ്ട്, ഇതെല്ലാം അക്ബറിനുണ്ട്, ഇതെല്ലാം അവിടെയുള്ള ഓരോരോ കണ്ടസ്റ്റൻ്റുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ആരുള്ളത്? ഒരു ആർമി പേജ് പോലും ഇല്ലാത്ത. അങ്ങനെ വച്ച് നോക്കണം നമ്മൾക്ക്. ഇത് രണ്ട് രീതിയിൽ പറയാറുണ്ട്. ഒന്നില്ലെങ്കിൽ പേജുകൾ ഹാൻഡിൽ ചെയ്യാൻ പലരും പറയുന്നത് സുഹൃത്തുക്കളെ എന്നെ ഏൽപ്പിച്ചുള്ള, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അഡ്മിൻ വേറെ രീതിയിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള സംഭവങ്ങൾ. പേജുകൾ ഡീൽ ചെയ്യുന്നതും അതിനപ്പുറത്തേക്ക് അവനവൻ്റെ വീഡിയോസ് കാര്യങ്ങളും അവനവനെ കുറച്ചുകൂടി വിസിബിലിറ്റി ഉണ്ടാക്കുക, കുറേ കൂടി റീച്ച് ചെയ്യുക എന്നുള്ള തലത്തിലേക്ക് രണ്ടാം തലം പോകാറുണ്ട്. ഇതിന് മറ്റൊരു തലം വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടി അപകടമാവുന്നത് അവിടെയാണ്. ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പുറത്തേക്ക് തന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കുറച്ചുകൂടി ഡീഗ്രേഡ് ചെയ്യുക സംഭവം ചെയ്യുന്നത്. ഇതാണ് കുറേ കൂടി പ്രവണത ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ PR-നെ കുറച്ചുകൂടി നെഗറ്റീവായി കാണുന്നത് ഇതുകൊണ്ടായിരിക്കും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അതിനെ ഈ ഡീഗ്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കണം. PR അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ അത്ര എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഡീഗ്രേഡ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വർക്കാണ്. നമുക്ക് നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള കണ്ടൻസ് എഡിറ്റ് ചെയ്യുക, നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് എഡിറ്റ് ചെയ്യുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് അത്രത്തോളം അത് ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു കണ്ടസ്റ്റൻറ്റിനും ഗുണം ഉണ്ടാവില്ല. അത് ലോജിക്കാണ്. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഞാനിപ്പോൾ ഷാനവാസ് എന്നൊരാളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അയാളെ ഡീഗ്രേഡ് ചെയ്താൽ എങ്ങനെയാണ് അനിമോൾക്ക് ബെനിഫിറ്റ് ആവുന്നത്? അല്ലെങ്കിൽ അക്ബറിനെ ചെയ്താൽ എങ്ങനെ അനിമോൾക്ക് ബെനിഫിറ്റ് ആവും? അങ്ങനെയാണ് ഇവർ എല്ലാവരും പറയുന്നത് 25 കണ്ടസ്റ്റൻറ്റിനെയും ഡീഗ്രേഡ് ചെയ്യുന്നത് അനിമോളുടെ PR ആണ്. 25 പേരെയും ഞാൻ ഈ ആളെ ഇരുത്തി ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? പ്രാക്ടിക്കലാണോ? ഇപ്പൊ മറ്റൊരാളെ മോശമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വോട്ട് കുറയുമ്പോൾ ഇവിടെ വോട്ട് കൂടിയില്ലെങ്കിലും ഈ വോട്ട് ബാക്കിയുള്ളവരുടെ വോട്ടിംഗ് കുറയാണെന്നുണ്ടെങ്കിൽ ഇത് അവിടെ നിലനിൽക്കില്ലേ? അല്ല, അത് അവിടെയാണ് നമ്മുടെ ജഡ്ജ്മെന്റ് തെറ്റുന്നത്. ആർക്കെതിരാണ് ഡീഗ്രേഡിങ് കൂടുന്നത് അവിടെ ജനങ്ങളുടെ സപ്പോർട്ട് കൂടും. അത് നിങ്ങൾ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഡീഗ്രേഡിങ് 2 രീതിയിലുണ്ട്. അതായത് ചില ആൾക്കാർ ഇപ്പോൾ ഒരു സ്ത്രീയെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആവും. ഒരു പുരുഷനെ ഡീഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ പാവം ഇയാൾ എന്തിനാ ഇങ്ങനെ പറയണത്, അങ്ങനെ പറയും സൊസൈറ്റി. സോ നിങ്ങളിപ്പോൾ ഞാൻ പറയണത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് അനിമോളെ പൊക്കിയടിച്ചിട്ടുള്ള PR ആണോ അല്ലെങ്കിൽ അനിമോളെ ഡീഗ്രേഡ് ചെയ്യുന്നതാണോ? സ്വാഭാവികമായിട്ടും ഡീഗ്രേഡിംഗ് ആണ് എല്ലായിടത്തും. ഞാൻ പറയുന്നുണ്ട്, ഫസ്റ്റ് പ്രൊമോ തൊട്ട് ഇന്നലത്തെ പ്രൊമോ, ഇപ്പോൾ ഇട്ട പ്രൊമോയിലടക്കം അനിമോളെ ഡീഗ്രേഡ് ചെയ്യുന്ന പല കമൻറ്റ്സ് അതിൽ കാണാം. ഇതാരാ ചെയ്യുന്നത്? മനസ്സിലായി? അപ്പോൾ അനിമോൾ കിട്ടുന്ന 1% പോലും ഒരു കണ്ടസ്റ്റൻറ്റിനും കിട്ടുന്നില്ല. മനസ്സിലായി? പക്ഷേ ഇവരെല്ലാവരും കൺസേൺഡ് ആണ്. കാരണം എല്ലാവരും ആ ഷോയിൽ വരുമ്പോൾ എന്ത് വന്നാലും അവർക്ക് കുറച്ച് ഹെയ്റ്റ് സ്പീച്ച് വരും. അത് ആ ഷോയിൽ ഇതുവരെയുള്ള ആൾക്കാർക്ക് ഉള്ളതാണ്. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? ആ ഹെയ്റ്റ് സ്പീച്ച് മാറ്റാൻ നോക്കുന്നത്. ഇപ്പോൾ ഈ സീസണിൽ എന്താ ഹെയ്റ്റ് സ്പീച്ച് കൂട്ടാനാണ് നോക്കുന്നത്. ചിലപ്പോൾ അവർക്ക് റെലവൻ്റ് ആവാൻ വേണ്ടി അവർ തന്നെ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. കാരണം ചുമ്മാ നമുക്ക് നെഗറ്റീവ് ആവുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി റെലവൻറ്റ് ആവാം. ഈ നെഗറ്റീവ് ആൾക്കാർക്ക് കുറച്ചും കൂടി റെലവൻസി ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്കിപ്പോൾ എത്രത്തോളം നെഗറ്റീവായ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു റിയാസ് സലീം. പുള്ളിക്കാരൻ പക്ഷെ അത് പോസിറ്റീവാക്കി അതിനെ നല്ല ബ്രില്യൻ്റ് ആയിട്ട് അതിനെ കൊണ്ടുനടന്നു. ജാസ്മിൻ മൂസ എത്ര നെഗറ്റീവായ ഒരു കണ്ടസ്റ്റൻ്റ് പുറത്ത് പബ്ലിക്കിനിടയിലായിരുന്നു, പക്ഷേ അവരുടെ ടാലൻറ്റ് കൊണ്ട് അവരുടെ കഴിവുകൊണ്ട് അവർ പോസിറ്റീവായി. ഈ പ്രാവശ്യം തിരിച്ചു വന്നപ്പോൾ എത്രത്തോളം ആൾക്കാരെ സപ്പോർട്ട് ചെയ്തവരാ ചാലഞ്ചറായിട്ട് വന്നപ്പോൾ. ഇതേപോലെ ഓരോരുത്തരും നമ്മൾക്ക് ഈ സീസണിൽ നമ്മൾ തന്നെയാണ് നമ്മളെ നെഗറ്റീവ് ആക്കുന്നത് പോസിറ്റീവ് ആക്കുന്നത്. പുറത്തുനിന്ന് ഒരാൾക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് ഒരു മീഡിയയുടെ മുമ്പിൽ വന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റണം. നമ്മൾക്ക് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റണം. അപ്പോൾ അവർ പോസിറ്റീവോ നെഗറ്റീവോ ആണോ എന്ന് ജനം തീരുമാനിക്കും. ഒരു ഷോയിൽ നടന്ന കാര്യങ്ങൾ വെച്ചിട്ട് ലൈഫ് ലോങ് അവർക്ക് ഹെയ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആ ഷോയുടെ മിസ്റ്റേക്കാണ്. ആ ഷോ അവരെ കാണിച്ചത് അങ്ങനെയാണ്. ആ ഷോ അവരങ്ങനെ കാണിച്ചു, ജനങ്ങളുടെ മൈൻഡിൽ അത് പതിഞ്ഞു. അത് ഒരിക്കലും ഒരു ഡീഗ്രേഡിങ് അല്ല. ഡീഗ്രേഡിങ് എന്ന് പറയുന്നത് ഞാൻ പറയാം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അനിമോൾക്കെതിരെ വന്ന കുറച്ച് ഡീഗ്രേഡിങ് കമൻറ്റ്സ് ഉണ്ട്. അനിമോൾ 2 പ്രാവശ്യം അബോർട്ടഡ് ആണ്, ഞാൻ ആ ഹോസ്പിറ്റൽ സ്റ്റാഫായിരുന്നു, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കമൻറ്റൊക്കെ വന്ന് ഇങ്ങനെ ഫ്ലഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആ കമൻറ്റ് വേറെ ആൾ കാണുന്നു. റെഡിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റെഡിറ്റ് അറിയാലോ, റെഡിറ്റിൽ എനി ടീ ഓൺ അനിമോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്നത് പല കഥകളാണ്. സോ ഇതെല്ലാം ഈ കഥകൾ വിശ്വസിച്ച് അപ്പുറത്ത് കൊണ്ട് വേറെ കമൻറ്റ് ഇട്ടും ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, അനിമോൾ അങ്ങനെയായിരുന്നു. കുറേ അനിമോളുടെ ഫാമിലി, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഫാമിലിക്ക് കുറേ അറ്റാക്ക് വന്നാൽ പോലും നിങ്ങൾ ലൈവിൽ വന്നൊന്നും പറയണ്ട. ഇങ്ങനെ വന്നൊന്ന് പറയണ്ട. കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ വിചാരിക്കും നിങ്ങൾ സിമ്പതി വോട്ട് പിടിക്കുകയാണെന്ന് വിചാരിച്ച് ഞാൻ ഇതുവരെ അവരെ ലൈവിലൂടെ സമ്മതിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ ഇന്നിപ്പോൾ എന്നെ വിളിച്ച് ചോദിക്കണം, ഇപ്പോൾ നമ്മൾ ഇത്രയും ദിവസമല്ലേ ഞങ്ങൾ വീഡിയോ ഇട്ടേ. കാരണം അക്ബറിൻ്റെ ഫാമിലി വീഡിയോ ഇടുന്നു, ഇവരുടെ ഫാമിലി വീഡിയോ ഇടുന്നു, എല്ലാവരുടെ ഫാമിലി വീഡിയോ ഇടുന്നു. നമ്മൾ മാത്രമൊന്നും ചെയ്തില്ലെങ്കിൽ അനിമോൾ വിചാരിക്കില്ല എന്തുകൊണ്ട് എനിക്ക് വേണ്ടി ആരും സംസാരിച്ചില്ല എന്ന്. ബിക്കോസ് ഞാൻ പറഞ്ഞത് വേണ്ട. കാരണം ഓൾറെഡി നമ്മൾ എന്തിട്ടാലും നെഗറ്റീവ് കമൻസാണ്. ശരിക്കും ഈ വോട്ടാണ് മാനദണ്ഡമെങ്കിൽ ശരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടു 100 എവിക്റ്റായി എന്നുള്ളത്. അപ്പോൾ
ഏറ്റവും ഫൈനൽ 5 വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ ഏറ്റവും സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞ ഒരാളാണ് വരുന്നത്. അപ്പോൾ അപ്പോഴാണ് കുറേ കൂടി ഡൗട്ട് വരുന്നത്, വോട്ടിംഗ് തന്നെയാണോ സംഭവം? ആണ്. ബിക്കോസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയും വോട്ടുകൾ ഒരാൾക്ക് മറിക്കാൻ പറ്റുമെങ്കിൽ 50,000 വോട്ട് തന്നെ ചില്ലറ വോട്ടല്ല. ഓക്കെ, 50,000 വോട്ട് ഞാൻ ഓൾറെഡി സ്റ്റോറി ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അനുമോളുടെ പേജിൽ ചെക്ക് ചെയ്യാം. അവരും ഒരു 3 പേരും കൂടി 1,00,000 വോട്ടാണ് ക്യാൻവാസ് ചെയ്യിക്കുന്നത്. 1,00,000 പേര് പബ്ലിക് വോട്ട് ചെയ്യണമെങ്കിൽ എന്തോരം നമ്മൾ റീച്ച് ആവണം. മനസ്സിലായോ? ഈ 1,00,000 പേരിലേക്ക് നമ്മളൊരു 100 കണ്ടന്റ് ചെന്നാൽ പോലും ഇവർ വോട്ട് ചെയ്യണമെന്നില്ല. ആ 1,00,000 വോട്ടാണ് ചില്ലറയായിട്ട് ഇവർ ചെയ്യുന്നത്. അനുമോളുടെ PR എന്ന നിലയ്ക്കാണെങ്കിലും ചോദിക്കുകയാണ്, ഈ അപ്രതീക്ഷിത വീഴ്ച എന്നുള്ള രീതിയിൽ നൂറിനെ എക്സ്പെക്ട് ചെയ്തിരുന്നു ഫൈനൽ 5? നൂറ കിടിലൻ ഗെയിമറാണ്. അപ്പോൾ നൂറ എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് തോന്നുന്നു ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്ത ആളാണ്. ആള് ടോപ്പ് 5 പ്രതീക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ടിക്കറ്റ് ഫിനാലെ ആദ്യം വരുമ്പോൾ പ്രതീക്ഷിച്ച സാധനം ഫൈനൽ 5 ആണ് ടിക്കറ്റ് ഫിനാലെന്ന് വിചാരിച്ചിരുന്നത്. പിന്നീട് അത് മാറ്റിയത് ഫിനാലെ, അതായത് ഫിനാലെ വീക്കിലോട്ട് എന്നുള്ളത് മാറ്റി. എന്തുകൊണ്ടായിരിക്കും അത്? അയ്യോ, അതെനിക്കറിയില്ല. കാരണം 7ന്റെ പണിയല്ല. അപ്പോൾ ടോപ്പ് 7 പോലെ അവർ മാറ്റിയിട്ടായിരിക്കാം. പിന്നെ മിഡ് വീക്ക് എവിക്ഷൻ 2 പേര് പോയി. പക്ഷെ നൂറയുടെ എവിക്ഷൻ വളരെ അൺഫെയറും ആണ്. അത് നൂറ എനിക്ക് തോന്നുന്നു ടോപ്പ് 2 ഒക്കെ വരേണ്ട ഒരാളാണ്. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഗേളാണ്. അത്രയും സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ആദിലേനേക്കാൾ ഇഷ്ടമുള്ള ഗെയിമറാണ് നൂറ. ബിക്കോസ് എല്ലാവരും വിചാരിക്കും ആദില ഭയങ്കര ഗെയിമറാണ്, പക്ഷെ അവിടെ നൂറയാണ് ശരിക്കും ഗെയിമർ. അതായത് എനിക്ക് അത് മാത്രമല്ല, അതത്രയും വിൻ ചെയ്തു ഫിസിക്കലി ഇത്രയും പേരുണ്ടാവുന്ന സമയത്ത് എല്ലാവരും വിചാരിച്ച എന്താണ്, ടിക്കറ്റ് ഫിനാലെ ആര്യനടിക്കും അല്ലെങ്കിൽ സാബുമേ. സെക്കൻഡ് ഓപ്ഷൻ നൂറയുടെ പേര് ഒരാളും പറഞ്ഞിട്ടില്ല. അത് പ്രത്യേകിച്ച് കാലിൽ ഭയങ്കരമായിട്ട് എൻഡ്യൂറൻസ് ടാസ്കുകൾ നൂറ വേറെ ലെവലായിരുന്നു. കാരണം അതായത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് ടിക്കറ്റ് ഫിനാലെ ഒരു മാൻ ഇങ്ങനെ പറക്കുന്ന ഒരു സാധനം ടിക്കറ്റ് ഫിനാലെ അത് തന്നെ പൊട്ടിച്ചളഞ്ഞോളൂ. നൂറ അത് വിൻ ചെയ്തപ്പോഴേക്കും ആ ടിക്കറ്റ് ഫിനാലയുടെ ഫോട്ടോ ഒക്കെ മാറി നൂറ വിൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്വിസ്റ്റായി പോയി. പക്ഷെ അത് ഭയങ്കര ഒരു ഇതായി പോയി വിഷമം. കാരണം വെച്ചാൽ ഇത്രയും എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ ഇത്രയും ടാസ്ക് ചെയ്ത് വിൻ ചെയ്തിട്ട് അവസാനം ആൾ തന്നെ ഒരു ഫൈനൽ 5 എത്തുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞു, നൂറയ്ക്ക് വേണ്ടി ഇതുപോലെ വോട്ട് മറിക്കാൻ ആൾക്കാരുണ്ടാവില്ല. അവർ ജെന്യൂൻ ആയിട്ടുള്ള ഫാൻസും കാര്യങ്ങളെല്ലാം വോട്ട് ചോദിച്ച് നടക്കുന്ന ആൾക്കാരാവും. അവർക്ക് PR ഉണ്ട്, പക്ഷെ അത് ചെറിയ രീതിയിൽ എന്തോ PR ആണ് നൂറയ്ക്കും അതിലേക്കും വേണ്ടി നടക്കുന്നത്. ഞാൻ ദിയ ചേച്ചിയോട് സംസാരിച്ചു, അങ്ങനെ വലിയ പേയ്മെന്റ് കൊടുത്തോ? കാരണം കുറച്ച് പേജസ് അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ അനുമോളും നൂറ ആദില പട്ട ഗേൾസ് എന്നുള്ള പേജസ്. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ള കുറച്ച് സപ്പോർട്ടുകളും അപ്പോൾ നമ്മളെ നോമിനേഷൻ വരുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനത്തെ കുറച്ച് പേജസും അല്ലാതെ വലിയ തോതിലൊന്നും PR നടക്കുന്നില്ല അവർക്ക് വേണ്ടി. അപ്പോൾ പിന്നെ അവരുടെ ഫാൻസ് എന്ന് പറഞ്ഞാൽ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. വേറെ ആരെയും ലൈക്ക് അവർ ഭയങ്കര സ്വീറ്റ് കണ്ടന്റ്സ് മാത്രം ഇറക്കി. ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ആദിലയുടെ ഇപ്പോൾ വന്നൊരു സംഭവമാണ്, അത് അക്ബറിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അതായത് അനുമോൾ ഓൾറെഡി പരസ്പരം നമ്പർ കൈമാറി. ആ നമ്പർ താങ്കളുടേത് PR എന്നുള്ള രീതിയിലേക്ക് ആ നമ്പറാണ്. അത് പുറത്ത് സപ്പോർട്ട് ഭയങ്കരമായിട്ട് അവിടെ ഉണ്ടാകത്ത്, ഇത് മാറ്റണം എന്നുള്ള രീതിയിലേക്ക് അക്ബറിൻ്റെ ഇതുള്ളത്. അപ്പോൾ എന്താ ഇതിൻ്റെ യാഥാർത്ഥ്യം ശരിക്കും? അത് ചിലപ്പോൾ അവരത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതായിരിക്കും. അനുമോൾ ഒരിക്കലും എൻ്റെ നമ്പർ എഴുതി കൊടുക്കാൻ വഴിയില്ല. കാരണം അനുമോൾക്ക് എൻ്റെ നമ്പർ ഓർത്തിരിക്കാൻ ഒരു വഴിയില്ല. ബിക്കോസ് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് അനുമോളുടെ നമ്പറോ അനുമോളുടെ ചേച്ചിയുടെ നമ്പറോ ഫാദറിൻ്റെ നമ്പറോ ഒക്കെ എഴുതി കൊടുത്തിട്ട് ജസ്റ്റ് എന്തെങ്കിലും ആവശ്യം ഇവിടെ വിളിച്ചോളൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊടുക്കും. നീ ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഗിസേലെ ആരെല്ലാം ഔട്ടായി കഴിഞ്ഞാൽ ഗിസേല് പറയില്ല എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ കൊണ്ടുവരാൻ പറയണം. പക്ഷെ അങ്ങനെ അത്രയും അടുത്ത് നിൽക്കുന്ന അല്ലേ, ഇപ്പം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് നിലകൊണ്ട ഒരാളാണ് ശരിക്കും. അപ്പോൾ ആദില അങ്ങനെ ഒരു കള്ളം പറയേണ്ടതുണ്ടോ? എന്തുകൊണ്ടായിരിക്കും? ആദില കള്ളം പറഞ്ഞതായിരിക്കില്ല, ആദില ചിലപ്പോൾ തെറ്റിദ്ധരിച്ചതായിരിക്കാം. നമ്മൾ ഒരിക്കലും ആദിലേനെ ഒരു നുണച്ചിയാക്കേണ്ട ആവശ്യമില്ലല്ലോ. ആദില തെറ്റിദ്ധരിച്ചായിക്കൂടെ. അപ്പോൾ അത് ചിലപ്പോൾ ഇങ്ങനെ ഒരു ടാസ്ക് ഉണ്ടല്ലോ, ഒരാൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോകുന്ന പോലെ. അനുമോള് എനിക്ക് തോന്നുന്നു അനുമോളുടെ മനസ്സിൽ നൂറ വിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അനുമോൾ അത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നൂറ വിൻ ചെയ്താൽ നല്ലതാണ്, നീ വിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു എപ്പിസോഡൊക്കെ ഉണ്ട്. അപ്പോൾ അനുമോളെ സംബന്ധിച്ച് എന്താണ്, നൂറയ്ക്ക് വേണ്ടി ഒരു നമ്പർ എഴുതി അതിലേക്ക് കൊടുത്തത് എനിക്ക് ഒരു കണ്ടസ്റ്റൻ്റ് ഇല്ലാത്തൊരു ക്വാളിറ്റിയാണത്. മനസ്സിലായി? ഒരു കണ്ടസ്റ്റൻ്റ് അങ്ങനെ വിചാരിക്കുമോ എൻ്റെ നമ്പർ എഴുതി കൊടുത്തിട്ട് നൂറിനെ വിജയിപ്പിക്കുന്നു പറയുന്ന രീതിയിൽ. പക്ഷെ അത് വേറെ രീതിയിൽ വന്നു. പിന്നെ ആദില തന്നെയാണ് അങ്ങോട്ട് ചോദിച്ചത്, വേറെ എന്തെങ്കിലും പറയണോ, നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറ. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞു, അല്ലാതെ അക്ബറിനെ ശരിക്കും അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അതിലൊരിക്കലും കള്ളം പറയാൻ സാധ്യതയില്ല. അപ്പോൾ ആ സാധനത്തിനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നത് എവിടെ എന്തുകൊണ്ടായിരിക്കും? അതാണ് ഇപ്പോൾ അത് അക്ബറിന് ഇട്ട് കൊടുത്തത് എന്താണ്, അക്ബറിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറഞ്ഞ് PR-ന് നമ്പർ എഴുതി തന്നു. അത് ഭയങ്കര റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരിക്കലും അനുമോൾ അങ്ങനെ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അനുമോൾ ഇനി അങ്ങനെ പറഞ്ഞാലും അത് ഞാൻ ചെയ്യണമെന്നില്ല. അത് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ലാത്തൊരു
സാധനമാണ്. Okay. പക്ഷെ ഒരിക്കലും അനിമോൾ അത് പറയില്ല. അത് ചിലപ്പോൾ അതിലേക്ക് തോന്നിയ ഒരു റോങ് സാധനമായിരിക്കാം. അതിൻ്റെ ലൈഫ് ഫീഡ് ഉണ്ട്. ആ ലൈഫ് ഫീഡിൽ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചേക്കുന്നത്. Okay. അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിൽ നമ്പർ എഴുതി കൊടുത്തു, നൂറയോ അതിലോ അതെല്ലാം വലിച്ച് ഏതോ കൊട്ടയിൽ എന്തോ കിട്ടുന്ന പോലെയൊക്കെ എന്തോ ഉണ്ട്. ലൈഫ് ഫീഡ് ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് അതിൻ്റെ. പക്ഷെ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ പേരിൽ അക്ബർ ഭയങ്കരമായിട്ട് അനുവിനെ പറയുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയാന്ന് വെച്ചാൽ. പക്ഷെ ഇപ്പോൾ നാളെ എന്തായാലും ഫിനാലെ എത്താണ്, അനുമോൾ കപ്പടിക്കോ? കപ്പടിക്കും. എന്തുകൊണ്ട്? ഞാൻ ബിഗ് ബോസ് എല്ലാ വർഷവും കാണുന്ന ഒരാളാണ്. എല്ലാ സീസണിലും കപ്പടിച്ചേക്കുന്നത് ഒരാളാണ്. ഏതാണ്? ജനങ്ങൾ ലൈക്ക് കണ്ടസ്റ്റൻസ് എല്ലാവരും ഒറ്റപ്പെട്ട് അടിക്കുന്ന ഒരാളും ജനങ്ങൾ അവരുടെ കൂടെ നിൽക്കുമ്പോഴാണ് അവർ വിന്നർ ആവുന്നത്. അങ്ങനെ ഒരു പാറ്റേൺ ഈ പ്രാവശ്യം ഓർഗാനിക്കലി സംഭവിച്ചത് അനിമോൾക്ക് മാത്രമാണ്. അനിമോൾ ഇപ്പോൾ നമ്മൾ ആസ് വി സ്പീക്ക് അനിമോൾ അവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനിമോൾ ഇപ്പോൾ ഏതെങ്കിലും മൂലയിൽ പോയി കരയുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആൾക്കാർ അവളെ ഇങ്ങനെ കൂട്ടം ചേർന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ, ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ബോധത്തോടെ ഈ കരച്ചിൽ ആക്ച്വലി അതാണോ ഈ ഡ്രാമയായിട്ട് മാറുന്നത്? ബോധപൂർവ്വമാണ്. നമ്മളിപ്പോൾ ഒരു 15-25 പേര് ഒരുമിച്ച് ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും കരഞ്ഞു പോകില്ലേ? 2 പേര് വന്നാൽ തന്നെ ചിലപ്പോൾ കരഞ്ഞു. അനിമോളെ നിങ്ങൾ ആദ്യം തൊട്ട് കാണുന്നല്ലേ, അനിമോൾ ചെറിയ കാര്യത്തിൽ പോലും കരയുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയും നാളായിട്ട് കരയാതെ ബോൾഡായിട്ട് ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് അവസാനത്തെ വീക്കിൽ അപ്പോൾ ബിഗ് ബോസ് അവിടെ പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്നേക്കുന്നത് അവിടെയുള്ള ടോപ്പ് 7 ബൂസ്റ്റ് ചെയ്യാനാണ്, എൻകറേജ് ചെയ്യാനാണ്. അവിടെ അതാണ് നടന്നത്. സോ അപ്പോൾ അത് അനിമോൾ അറ്റാക്ക് ചെയ്തപ്പോൾ അവിടെ ഒരു കൈൻഡ് ഓഫ് അവിടെ അക്ബറിനെ നമ്മളിപ്പോൾ അക്ബർ ഒന്ന് കരഞ്ഞു, അക്ബറിനെ ഒന്ന് ഡീമോട്ടിവേറ്റ് പോലെ ചെയ്തു. അക്ബറിനോട് ആരോ പറഞ്ഞു എന്താ നിങ്ങളുടെ ഫാമിലീനെ ഭയങ്കര അറ്റാക്ക് ചെയ്യാണ് അനിമോളുടെ ആർമിയും PR എന്നൊക്കെ. അത് കേട്ടപ്പോൾ അക്ബർ കരയുന്നു. അക്ബർ കരഞ്ഞപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, നിങ്ങൾ വന്നേക്കുന്നത് മോട്ടിവേറ്റ് ചെയ്യാനാണ്. ഇതേ സമയം അനിമോൾ അവിടെ കൂട്ടായിട്ട് അറ്റാക്ക് വേറെ സ്ഥലത്ത് നടക്കുമ്പോൾ അവിടെ ബിഗ് ബോസ് ഇടപെടുന്നില്ല, ആരും ഇടപെടുന്നില്ല. അനിമോൾ എങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിൽ ചേർത്ത് തന്നെ ഒരു കാര്യം ചോദിച്ചുകൊണ്ടോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനിമോൾ കപ്പടിക്കുന്ന അത്രയും ആത്മവിശ്വാസത്തോട് പറയുന്നുണ്ട്, താങ്കളല്ല അനുമോളുടെ PR അല്ലായിരുന്നെങ്കിൽ ഞാൻ അല്ലെങ്കിലും കപ്പടിക്കും. ആരാണ് അനിമോൾക്ക് ഇപ്പോൾ ഞാനാണ് ചിലപ്പോൾ അനിമോളുടെ നെഗറ്റീവ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്ര ഹെയ്റ്റ് അനിമോൾക്ക് കിട്ടുന്നത്. ഞാൻ ഇല്ലെങ്കിൽ പോലും ആ കുട്ടി കപ്പടിക്കും, പിന്നെ ഉറപ്പാണ്. കാരണം അത്രയും പബ്ലിക്. ഞാൻ അനുമോളിനെ താങ്കൾ PR അല്ല, ആ ഇരിക്കുന്ന കണ്ടസ്റ്റൻസിൽ മറ്റൊരാൾക്കാണ് PR എടുത്തത് എങ്കിൽ സാധ്യത മാറുമായിരുന്നു. അയ്യോ, ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവ് ഇവർക്ക് വരുന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാം. ഞാനൊരു PR ആയിട്ട് പോലും അല്ല വർക്ക് ചെയ്യുന്നത്. കാരണം അതിന് മാത്രം വലിയ ഫണ്ടൊന്നും അനിമോൾ എനിക്ക് തന്നിട്ടില്ല. 16 ലക്ഷം അത്ര വലിയ ഫണ്ടല്ലേ? 16 ഒന്നും അല്ല. അതെങ്ങനെയോ വന്ന സ്റ്റോറിയാണ്. ഒരിക്കലും അത് 16 ലക്ഷമൊന്നും ഇല്ല. വളരെ വളരെ ചെറിയ ഫണ്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. ശരിക്കും ഈ ചെറിയ ഫണ്ടിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് പലവട്ടം ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് അനിമോള് പോകുന്നതിന് മുമ്പ് തന്ന ഒരു ഫണ്ട്, ബിക്കോസ് ഞാൻ അനിമോളിലെ എന്താ പറയുക, എനിക്ക് അനിമോളോട് സംസാരിച്ച് അവർക്ക് ഒരു വലിയൊരു സൈബർ അറ്റാക്ക് വരും. എനിക്ക് സായിനെ വിളിച്ചു ചോദിച്ചാൽ മനസ്സിലാവും. കാരണം സായിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സായി, നമുക്ക് ഈ സീസണിലെങ്കിലും നമുക്ക് സൈബർ അറ്റാക്ക്, കാരണം കഴിഞ്ഞ സീസണിൽ ജാസ്മിന് ഭയങ്കര സൈബർ അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ദിയേച്ചി ആയിരുന്നു ആ സമയത്ത് ദിയാസനായിരുന്നു ജാസ്മിൻ്റെ ഇത് ചെയ്യുന്നത്. ഞങ്ങൾ കളക്ടറാണ്. എല്ലാ പ്രാവശ്യവും ഇപ്പം ഞാൻ ജിൻഡോൻ്റെ ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ ദിയാസനയോട് സംസാരിക്കും. അപ്പോൾ ദിയ ചേച്ചി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ജിൻഡോനെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ ദിയ ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്യും, അത് വരാതിരിക്കാനോ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനോ. ഞാനും അതേപോലെ ദിയ ചേച്ചിനെ ഹെൽപ്പ് ചെയ്യും, ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാനും ബാക്കിയുള്ള കാര്യത്തിനും. ബിക്കോസ് ഞങ്ങളുടെ ആഗ്രഹം ജിൻഡോ ജാസ്മിനും കൂടി ടോം ആൻഡ് ജെറി കോംബോ ആവണമെന്നൊക്കെ ആയിരുന്നു. ദിയ ചേച്ചിക്കും അങ്ങനെ വലിയ ഇതൊന്നുമില്ല. അപ്പോൾ ഈവൻ നിങ്ങൾ ഓർമ്മയുണ്ടെന്ന് ഫിനാലേക്ക് ഞാൻ പോയിരുന്നു. ആ സമയത്ത് ഞാൻ ജാസ്മിൻ്റെ ബാപ്പ ഉമ്മ ഞങ്ങളൊരു ഭയങ്കര സൗഹൃദത്തിൽ ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുത്തു. ആ ഫോട്ടോയിലടിയിൽ ഫുള്ള് തീത്തുവിളിയായി. മനസ്സിലായി? ബിക്കോസ് നമ്മൾക്കറിയാം ഞാൻ അങ്ങനത്തെ ഒരു ഡീഗ്രേഡിങ് ചെയ്യുന്ന ആളല്ല എന്ന് പുള്ളിക്കാരിക്കും അറിയാം, ദിയേച്ചിക്ക് അറിയാം. കാരണം ജാസ്മിൻ ഒരു സമയത്ത് അത് വിശ്വസിച്ചിരുന്നു. ഞാൻ ചിലപ്പോൾ ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട്, പലരും വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിയ ചേച്ചി അവിടെ എന്നെ സപ്പോർട്ട് ചെയ്തു. അവൻ ഒരിക്കലും ചെയ്തിട്ടില്ല. ബിക്കോസ് അവനായിട്ട് ഞാൻ എല്ലാ ദിവസവും ടച്ചിലാണ്. അവൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡീഗ്രേഡിങ് കൊണ്ട് ഒരു കണ്ടസ്റ്റൻറ്റിനെ നമുക്ക് ദ്രോഹിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും വോട്ടായിട്ട് കൺവേർട്ട് ആവില്ല. അത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. ഇത് അങ്ങനത്തെ ഒരു ഷോ അല്ല ഇത്. ശരിക്കും അങ്ങനെ ഒരു PR ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ വോട്ടിങ്ങിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ ആളുകളെ? ഇല്ല, ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു PR നമുക്ക് പ്രോപ്പർലി ചെയ്യാൻ, ഈ വോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണ PR ചെയ്യണമെങ്കിൽ നമ്മൾക്ക് അത്രയും മാത്രം സ്റ്റാഫുകൾ വേണം.
ഞാനൊരു വേഗ് ഐഡിയ തരാം. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ മാക്സിമം ഒരു 1000 പേരെ ജോയിൻ ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പോലെ നമുക്ക് എത്ര വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാൻ പറ്റും, എത്ര പേരെ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും? അതുപോലും ഇമ്പോസിബിൾ ആണ്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓരോ ആർമിക്ക് 500, 600, 1000 പേരൊക്കെ 1000 പേരുള്ള ആർമീസ് വളരെ കുറവാണ്. ആകെ അനിമോൾക്ക് മാത്രമുണ്ട് കുറേ പേജസ്. കാരണം അനിമോൾക്ക് സബ് പേജസ് കുറേ ഉണ്ട്. പ്ലാച്ചി ആർമി എന്നൊക്കെ പറഞ്ഞ പേജൊക്കെ ഉണ്ട്. അതിലേക്ക് പ്ലാച്ചി ആർമി, ഇപ്പോൾ ഒരു CAD അനിമോൾ, അങ്ങനെ കുറേ പേജസ് ഉണ്ട്. അപ്പോൾ ഓരോ പേജസിലും ഓരോ ഡിഫറെൻറ്റ് ആൾക്കാർ ഉണ്ട്. അപ്പോൾ അവർ ഓരോരോ ഗ്രൂപ്പുകൾ നിറയുന്നതനുസരിച്ച് ഇവിടെ അടുത്ത ഗ്രൂപ്പ് തുടങ്ങും. അങ്ങനെ ചെയ്യുന്നത്. വേറെ ഒരു കണ്ടസ്റ്റൻറ്റും അത്രമാത്രം ഒരു പിന്തുണയില്ല. എന്നാൽ പോലും നമുക്കൊരു മാക്സിമം ഒരു 6000 പേരൊക്കെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ. ഈ 6000 പേര് വിചാരിച്ച് ഒരു വിന്നറാക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൽ PR കൊടുത്തിരുന്നു എന്നുള്ള ചർച്ച വിഷയം നടക്കുമ്പോൾ തന്നെയാണ് റീ എൻട്രിയിൽ ശൈത്യ പറയുന്നുണ്ട്, നീ കൊടുത്ത PR തന്നെയാണ് എനിക്കും PR കൊടുത്തത്. അപ്പോൾ അച്ഛനമ്മയും കൊടുത്തു 1.5 ലക്ഷം രൂപ ആയിട്ട് സമീപിച്ചു. പക്ഷേ നേരെ തിരിച്ച് ആൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് പുറത്തോട്ട് വന്നേ എന്നുള്ള സംഭവം. എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതെങ്ങനെയാണ്, ഇതാരെ സമീപിച്ചു ശരിക്കും? അതായത് ശൈത്യ അവിടെ പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപ വാങ്ങിക്കൊണ്ടാവാൻ പോയിട്ടുണ്ടെന്ന് അറിയോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ഉടനെ തന്നെ ശൈത്യയുടെ ഫാദറിനെ വിളിച്ചു, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ അവരങ്ങനെ പറയുന്നത് എനിക്ക് അറിയില്ലായിരുന്നു, അവളുടെ മനസ്സിൽ ചിലപ്പോൾ അങ്ങനെ ഒരു തോട്ട് ഉണ്ടായി പോയതായിരിക്കാം, ഞങ്ങൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, അവൾ അങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം എൻ്റെ ചാറ്റ് ഇരിപ്പുണ്ട് അവർ. അപ്പോൾ പിന്നെ അപ്പോൾ എന്നോട് പറഞ്ഞു, വിനുവിന് എന്തെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്, അതായത് ഞാൻ നിങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ഏതൊരു മീഡിയ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പോസ്റ്റ് അവർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് സത്യമല്ല എന്ന് നിങ്ങളൊന്ന് പ്രതികരിക്കാവോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, വിനു ഇതൊക്കെ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം വേണ്ടേ, ശൈത്യക്കെതിരെ എന്തൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അത് പ്രതികരിക്കാൻ പോലും ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഇതാണ് ആ പോസ്റ്റ്. അപ്പോൾ ഈ പോസ്റ്റ് ഞാൻ അവർ അയച്ചു കൊടുത്തു, ശൈത്യ സന്തോഷ് ഫാദർ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ ചോദിച്ചു. ഇതൊക്കെ സത്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവരെന്നെ ആക്ച്വലി ബിഗ് ബോസിന് മുമ്പ്, അതായത് ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നെ കോൺടാക്ട് ചെയ്തു. അതായത് ഒരു ഫ്രണ്ട് അവരൊക്കെ എൻ്റെ നമ്പർ കൊടുത്തു, അവരുടെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടായിരുന്നില്ല. എനിക്ക് ശൈത്യനെ മുമ്പ് അറിയായിരുന്നു, ലൈക്ക് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ശൈത്യയുടെ ഫാദർ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ശൈത്യ എന്നുള്ള പേര് കേട്ടപ്പോൾ എനിക്ക് ആദ്യം കണക്റ്റ് ആയില്ല. അപ്പോൾ പിന്നീട് ഞാൻ ശൈത്യ ഇന്ന ആളാണെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും ഞാൻ 3 ദിവസത്തിന് ശേഷം അവരെ തിരിച്ച് വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചപ്പോഴേക്കും ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അവർ ടെൻസ്ഡാണ്. കാരണം ശൈത്യ അവിടെ കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല, അധികം സൈലൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്, ഭയങ്കര ഹോംലി ആയിട്ടുള്ള കുട്ടിയാണ്, അങ്ങനെ ഓവറായിട്ട് ഡ്രാമ കാണിക്കുന്ന ഒരാളല്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് എന്നോട് ഇങ്ങനെ PR-ൻ്റെ കാര്യം സംസാരിച്ചു. ഞങ്ങളും കുറേ സംസാരിച്ചു, 2-2.5 മണിക്കൂറോളം സംസാരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഫുൾ PR എടുക്കാൻ പറ്റില്ല, കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു മാസത്തേക്ക് ഞാൻ ഒരു മാസത്തേക്ക് ഇത്ര രൂപ ചാർജ് ചെയ്ത് ഞാനൊരു സാധനം ചെയ്തു തരാം, അത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ നെക്സ്റ്റ് മന്തിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ എൻ്റെ ആദ്യത്തെ കമ്മിറ്റ്മെൻറ്റ് ഒരു മാസത്തേക്ക് ഞാൻ വർക്ക് ചെയ്യാം. ബിക്കോസ് അവരെന്നെ സമീപിച്ചത് കൊണ്ട് അവരെ അവർ സാഡ് ആക്കാതിരിക്കാൻ വേണ്ടി ഞാനത് സമ്മതിച്ചാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എഗ്രി ചെയ്തു, 1.5 ലക്ഷം രൂപയ്ക്ക് ഞാൻ ചെയ്യാം, 1.5 ലക്ഷം രൂപയ്ക്ക് PR ചെയ്യാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പക്ഷേ ആ 1.5 ലക്ഷം രൂപയ്ക്ക് PR ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ശൈത്യ നോമിനേഷനിൽ വന്നു. അപ്പോൾ നോമിനേഷൻ വന്നപ്പോൾ ഡെഫിനറ്റ്ലി വോട്ട് വേണം. ആ സമയത്ത് ശൈത്യക്ക് കണ്ടന്റ് ഇല്ല, ഒരു കണ്ടന്റ് ഇല്ലാതെ നമുക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും? നമുക്കൊരു സ്റ്റോറി ഇടണമെങ്കിൽ ശൈത്യ അറ്റ്ലീസ്റ്റ് സ്ക്രീനിൽ വരണ്ടേ, എപ്പിസോഡിൽ അങ്ങനെ ഒരാളുണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവണ്ടേ. അപ്പോൾ ആ ഒരു കണ്ടന്റ് വരുന്നില്ല. പിന്നെ ഫുൾ ടൈം അനിമോളുടെ കൂടെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അനിമോൾ ആ സമയത്ത് ഒരു സൈബർ അറ്റാക്ക് നേരിടുന്ന സമയം കൂടിയാണ്. അപ്പോൾ ശൈത്യ അവിടെ ഉണ്ടാവേണ്ടത് അനിമോളുടെയും കൂടി ആവശ്യമെന്ന് എനിക്കും തോന്നി. അപ്പം ഞാൻ അവരോടൊരു ഐഡിയ പറഞ്ഞു, ഇങ്ങനെ വോട്ട് നമുക്ക് ചെയ്യാം, നമുക്ക് കുറച്ച് വോട്ട് ചെയ്യാം. കാരണം ശൈത്യയ്ക്ക് വേണ്ടി അവർ നല്ല രീതിയിൽ വോട്ട് അവിടെ ഇവിടെ നിന്നൊക്കെ അവർ ഓടി നടന്ന് ശൈത്യക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അൺഒഫീഷ്യൽ പോളുകളിലും എല്ലായിടത്തും ശൈത്യക്കുള്ള ജനസമിതി വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി മനസ്സിലാക്കാൻ പറ്റും, എന്താ പറയുക, വോട്ട് കുറവായിരിക്കാം. അപ്പോൾ അതനുസരിച്ച് ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് വോട്ട് ഇങ്ങനെ കുറച്ച് കാശ് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ പോയിട്ട് ഇങ്ങനെ കുറച്ച് വോട്ട് ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ അവരുടെ സമ്മതപ്രകാരം അപ്പോഴും എൻ്റെ PR ഫണ്ടിൽ നിന്നാണ് ഞാൻ അത്
ചെയ്ത് കൊടുത്തത്. പക്ഷേ ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾക്ക് വേണ്ടി ഇപ്പോൾ അനുമോളിന് വേണ്ടി PR ചെയ്യുന്നു, സ്വാഭാവികമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഇപ്പോൾ ആളെ വിൻ ചെയ്യണമെന്നായിരിക്കും ആളുടെ ആഗ്രഹം. PR ചെയ്യുന്ന വിനുപ്രോയും അങ്ങനെ തന്നെ ആഗ്രഹിക്കും. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു അല്ലേ? ശരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ മറ്റൊരാളുടെ PR എടുക്കുന്നത് ശരിക്കും അതിലൊരു അല്ല. ഞാനിപ്പോ സംഭവം ശരിയാണോ? ഞാൻ 4ഉം 5ഉം PR ബിക്കോസ് എനിക്ക് അനുമോളുടെ കയ്യിൽ നിന്ന് എനിക്ക് അങ്ങനെ വലിയ ഫണ്ടൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം. അതെൻ്റെ ജോലിയാണ്. ഞാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് കരുതുന്ന ഞാൻ ചെയ്യുന്ന ഒരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അനുമോളുടെ നിൽക്കുന്ന സമയത്ത് ബിക്കോസ് ഞാൻ ഓൾറെഡി അനുമോളോട് ഈ കാര്യം സംസാരിച്ചിരുന്നു. ഞാനിപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്യാം, പക്ഷേ എനിക്ക് വേറൊരു എൻക്വയറി വന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. പകുതിയും കണ്ടസ്റ്റൻസിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു എൻക്വയറി വന്നിട്ടുണ്ടെങ്കിൽ എടുക്കും. അപ്പോൾ അവൾ പറഞ്ഞു ചേട്ടൻ എടുത്തോ, കുഴപ്പമില്ല. അപ്പോൾ അനുമോളുടെ കൺസെൻറ്റ് കിട്ടി. പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഞാൻ ആരെ ചൂസ് ചെയ്യണം എന്നുള്ള എൻ്റെ ഇതാണ്. പിന്നെ എത്ര നാൾ അവരെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതും എൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ശരിക്കും ഇതൊരു ആശയക്കുഴപ്പം വരില്ലേ? രണ്ടുപേരെ PR എടുക്കുന്നു, ഞാൻ ഇതിൽ ആരെ സപ്പോർട്ട് ചെയ്യണം, ആരിതിൽ വിൻ ചെയ്യണം എന്നുള്ള സാധനം ഇപ്പം രണ്ടുപേരും വന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ശൈത്യയുടെ എടുത്തത് 1 മന്തിലേക്കാണ്. ഒരു മാസത്തേക്കാണ് ശൈത്യയുടെ വർക്ക് ഞാൻ എടുത്തത്. ഒരു മാസം നിലനിർത്തുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ശൈത്യ അവിടെ നിന്ന് എവിക്റ്റ് ആയത് 36-ാം ദിവസമാണ്. ഓക്കെ. അപ്പോൾ ഞാൻ എത്ര ദിവസം സമീപിക്കുന്നത്? അപ്പോൾ ഒരു ഓഗസ്റ്റ് 4-ന് എന്താണ് സമീപിക്കുന്നത്. അതായത് ഷോ തുടങ്ങി ഷോ തുടങ്ങി ഒരു കുറച്ച് 2 ദിവസം എന്തോ കഴിഞ്ഞിട്ടാണ്. അപ്പം ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തു. ഞാൻ ഹെൽപ്പ് ചെയ്ത് അവരായിട്ട് എനിക്ക് അവരെ അത്യാവശ്യം ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ശൈത്യയുടെ പാരൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് സംസാരിക്കുന്നു ശൈത്യയ്ക്ക് വേണ്ടിയുള്ള സപ്പോർട്ടുകൾ നമ്മൾ എങ്ങനെ. പക്ഷേ ബിക്കോസ് ഏറ്റവും പാളിപ്പോയത് ശൈത്യ കണ്ടന്റ് ഒന്നും തന്നില്ല. ശൈത്യ 1036 ദിവസം ആകെ ശൈത്യ എന്നൊരാളുടെ ആൾക്കാർ കുറച്ചെങ്കിലും അറിഞ്ഞത് ആര്യൻ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ ചിരിച്ചപ്പോഴാണ്. ആ സമയത്താണ് ശൈത്യനെ വെച്ചിട്ട് ശൈത്യക്ക് വേണ്ടി കുറച്ച് ആൾക്കാർ ശൈത്യയോട് പാവം തോന്നിയത്. പിന്നീട് ആ ഒരു ദിവസത്തെ സെൻറ്റിമെൻറ്റ്സ് തുടർന്ന് അങ്ങോട്ട് ഉണ്ടായില്ല. അതിൻ്റെ ഇടയിൽ അനുമോളായിട്ടുള്ള ഫൈറ്റ്സ് ഉണ്ടായി, മറ്റുള്ള കാര്യങ്ങളുണ്ടായി. ഏഷ്യനെറ്റ് തന്നെ അവരെ കട്ടപ്പാന്ന് വിളിക്കുകയുണ്ടായി. അപ്പം ഇപ്പോൾ അതേ സമയം കഴിഞ്ഞ് ഇവർ എവിക്റ്റ് ആയപ്പോഴേക്കും ശൈത്യ അത് എക്സ്പെക്റ്റഡ് ആണ്. കാരണം ശൈത്യ അവിടെ കണ്ടന്റ് കൊടുത്തിട്ടുള്ള ശൈത്യക്കും അറിയാം. അങ്ങനെ എവിക്റ്റ് ആയതിനു ശേഷം പുള്ളിക്കാരി പുറത്തു വന്നു. പുള്ളിക്കാരിക്ക് ഈ പേര് വീണുപോയി. അതായത് ഈ അക്ബർ ബിന്നീനെ കുത്തിത്തിരിപ്പുകാരി എന്ന് വിളിച്ച പോലെ തന്നെ ഈ കട്ടപ്പ എന്നുള്ള പേര് ശൈത്യക്ക് വീണുപോയി. അപ്പോൾ ശൈത്യയുടെ തോട്ടിൽ ശൈത്യയുടെ പാരൻസ് പറഞ്ഞാട്ടോ ഞാൻ പറയുന്നത്, ശൈത്യയുടെ തോട്ടിൽ വന്നത് ഈ കട്ടപ്പ എന്നുള്ള സാധനം വന്നപ്പോൾ അത് ഞാനിട്ടതാണ്, ഞാനാണത് കൊടുത്തത്. അതായത് ഞാൻ അതേ സമയം അനുവിൻ്റെ ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാനിട്ട പേരാണ് കട്ടപ്പ എന്നും ഞാൻ ഈ ഫണ്ട് വാങ്ങിയിട്ട് ശൈത്യക്കെതിരെ വർക്ക് ചെയ്തെന്നുള്ളത് ഒരു അലിഗേഷൻ എനിക്കെതിരെ വന്നു. ശൈത്യ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തു, ഞാൻ ഈ കട്ടപ്പ എന്നൊരു സാധനം ഞാനാണ് പ്രചരിപ്പിച്ചതെന്ന്. ഞാനപ്പോൾ നമ്മൾ അങ്ങനെ ഒരു അലിഗേഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ അതിൻ്റെ ഇത് എവിടെ നിന്ന് വന്നു, ആര് ചെയ്തു, എങ്ങനെ വന്നു എന്നുള്ള എല്ലാ പ്രൂഫും ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. പക്ഷെ ആ പ്രൂഫുകളൊന്നും അവർ മുഖവിലക്ക് എടുത്തില്ല. അവർ സ്റ്റിൽ ബിലീവ് ചെയ്തത്, എനിക്കൊന്ന് ശൈത്യം അവിടെ കയറുന്നവരെ ബിലീവ് ചെയ്തത് ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും അങ്ങനെ ചെയ്തതെന്നായിരിക്കും. ഇനി അവർ ഇത് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവും അങ്ങനെയല്ല. ഞാൻ ആണയിട്ട് പറഞ്ഞു, ഞാൻ ഇതിൻ്റെ പുറകെ ചെയ്തിട്ടില്ല. കാരണം ഞാൻ എത്തിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഒരിക്കലും അൺഎത്തിക്കലായിട്ട് ഇപ്പോൾ ഒരു കാശ് വാങ്ങി തിരിച്ച് പണിയിച്ച് കൊടുക്കാൻ അത്രമാത്രം ചീപ്പായിട്ട് വർക്ക് ചെയ്യുന്ന ആളല്ല. എൻ്റെ ജോലി എന്തായിരുന്നു? 30 ദിവസം ശൈത്യം നിർത്തുക, 30 ദിവസത്തേക്ക് വർക്ക് ചെയ്യുക, 30 ദിവസത്തേക്ക് കണ്ടന്റ് ഉണ്ടെങ്കിൽ ആ മാക്സിമം നിർത്തുക. ഞാൻ മാക്സിമം അവിടെ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്, നിന്നിട്ടുണ്ട്, 36 ദിവസം നിന്നിട്ടുണ്ട്. ശരിക്കും അങ്ങനെ നമ്മൾ PR എടുത്തു, ഇപ്പം നമ്മൾ കൊടുക്കണമെങ്കിൽ അവിടെ നിന്നുള്ള കോണ്ടന്റ് വരണം എന്ന് പറഞ്ഞു. ഇപ്പം അങ്ങനെ ഒരു അവിടുത്തെ കണ്ടസ്റ്റന്റിൽ നിന്ന് അങ്ങനെ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും PR ചെയ്യാൻ? അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അപ്പോഴും മെൻഷൻ ചെയ്തത്, ഞാൻ ഇങ്ങനെ കുറച്ച് പിള്ളേരെ നമുക്ക് ഹയർ ചെയ്തിട്ട് അവരെ കുറച്ച് വോട്ട് ക്യാൻവാസ് ചെയ്യാൻ വിട്ട് കുറച്ച് വോട്ട് കിട്ടി നെക്സ്റ്റ് വീക്കെങ്കിലും പുള്ളിക്കാരി നന്നായിട്ട് കളിക്കുന്നുണ്ടെങ്കിലോ. ബിക്കോസ് അവിടെ കിട്ടുന്ന ഒരാഴ്ചയും ലൈഫ് ലൈനാണ്. ആ ഒരാഴ്ച നമുക്ക്, ബിക്കോസ് നമ്മൾ ആദ്യത്തെ ആഴ്ച ഔട്ട് ആവണം നിർബന്ധമൊന്നുമില്ലല്ലോ. നമുക്ക് എന്തൊക്കെ ചെയ്യാം. അപ്പോൾ അവിടെയുള്ള പല ആൾക്കാരും വോട്ട് ഇങ്ങനെ ചോദിച്ചിട്ടാണ് അവിടെ നിലനിർത്തുന്നത്. ചിലവർ കാശ് കൊടുക്കുന്നുണ്ടാവാം, ചിലവർ കാശ് കൊടുക്കുന്നില്ലാവാം, ചിലവർ സൗഹൃദത്തിലാവാം, ചിലവർ ഓൾറെഡി സെറ്റ് ചെയ്ത കോൺടാക്ട്സിലാവാം. ഇങ്ങനെ പല ഐഡിയാസ് ഉണ്ടാവും. ചിലവർ ഓൾറെഡി PR സെറ്റ് ചെയ്തിട്ടാണ് അവർ വോട്ട് പിടിക്കുന്നുണ്ടാവാം. ബിക്കോസ് അതായത് പല കണ്ടസ്റ്റൻസിൻ്റെ ആൾക്കാർ, ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിന്ത അബ്ദുൾ സമദ് എന്ന് പറഞ്ഞ പുള്ളി അവിടെയുള്ള അക്ബർ ബിന്നി അവരുടെയൊക്കെ PR ആണ്. പുള്ളി ആണ് ഇവിടെ നമ്മുടെ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചു കൊടുക്കുന്ന ഒരു പുള്ളി. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് അനുമോളുടെ സ്റ്റോറിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ചിന്ത ഒരാൾ 50,000 വോട്ടാണ് പിടിച്ചു കൊടുത്തേക്കുന്നത്. അതിൻ്റെ പ്രൂഫ് അടക്കം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 50,000 വോട്ട് ആൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ആൾക്ക് തീരുമാനിക്കാം. ബിക്കോസ് എനിക്ക് പോലെ ആ ഒരു എന്താ പറയുക പവറില്ല.
പുള്ളി ഒറ്റൊരാൾക്ക് 50,000 വോട്ട് മറിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ആ ഷോ മൊത്തം കൺട്രോൾ ചെയ്യാൻ പുള്ളിനെ കൊണ്ട് പറ്റും. ഓക്കെ. കാരണം 50,000 വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ വോട്ടൊന്നുമല്ല. ഒരു കണ്ടസ്റ്റന്റിനെ ടോപ്പ് 5 വരെ എത്തിക്കാൻ അത് മതി. ഓക്കെ. ഈ 50,000 വോട്ട് ഉണ്ടെങ്കിൽ ടോപ്പ് 5 എത്തും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.